ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ ബെഡ്റൂം ഇഷ്യൂ. ഹാർട്ടിനെ വരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത്. 100% യോജിക്കും. ഹാർട്ടിന്റെ നമുക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന വെസൽസ് അതിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത്. ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രീമോണിറ്ററി സിംറ്റംസ് ആണ്. ഒരു കാർഡിയാക് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രസന്റിങ് സൈൻ ആയിട്ട് നമുക്ക് പറയാം. ബാ ഒരു സിഗരറ്റ് വലിക്കാം, കമ്പനിയായിട്ട് പോയി ചായ പിടിച്ചിട്ട് സിഗരറ്റ് വലിക്കാം, സിഗരറ്റ് വലിക്കാം. തൊണ്ടയിലെ ക്യാൻസർ മാത്രമേ കാണിക്കുന്നുള്ളൂ, വായിലെ ക്യാൻസർ. പക്ഷെ ആക്ച്വലി ഞാൻ പറയുന്നത് വെച്ചാൽ സ്മോക്കിംഗ് കിൽസ് ദ എറക്ഷൻ. ദാറ്റ്സ് one thing. മൂത്രത്തിന്റെ കളർ മഞ്ഞയാണോ, മൂത്രത്തിന്റെ കളർ ശുദ്ധ വെള്ളയാണോ? സിവിയർ ഹാർഡ് ഒരു റെഡിഷ് ടിഞ്ചിലുള്ള യൂറിൻ വരിക വെച്ചാൽ അത് അബ്നോർമലാണ്. വെള്ള നിറത്തിലുള്ള യൂറിൻ വരുന്നത് നമ്മൾ കുറേ വെള്ളം കുടിച്ചിട്ട് ഓവർ ഹൈഡ്രേറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് വെള്ള നിറത്തിലുള്ള യൂറിൻ കാണും. മൂത്രം ഒഴിക്കുന്നത് ഭയങ്കര സ്പീഡായിട്ട് മൂത്രം ഒഴിക്കുന്ന ആളുകളുണ്ട്, പതുക്കെ മൂത്രം പോകുന്ന ആളുകളുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കുള്ള ആൾക്കാരിൽ യൂറിന്റെ സ്പീഡ് കുറയാറുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ വേൾഡ് ഓവർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സെക്കൻഡ് മോസ്റ്റ് കോമൺ മെയിൽ ക്യാൻസർ. PSA ടെസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ലേ? ഇതാരും PSA ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല, അല്ലെങ്കിൽ കേട്ടിട്ടില്ല. ഇത് എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ബിയർ കുടിയും നമ്മളുടെ ഈ കിഡ്നി സ്റ്റോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? കിഡ്നി സ്റ്റോൺ ഇല്ലാതിരിക്കാൻ വേണ്ടി ബിയർ കുടിക്കുന്ന ഒരു പോപ്പുലേഷൻ, അത് ടോട്ടലി റോങ് ആണ്. ഒബിസിറ്റി വൺ ഓഫ് ദ നോൺ റിസ്ക് ഫാക്ടർ ആണ് കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ. ടെൻഷൻ വരുമ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ. ബാ ഒരു സിഗരറ്റ് വലിക്കാം, കമ്പനിയായിട്ട് പോയി ചായ പിടിച്ചിട്ട് സിഗരറ്റ് വലിക്കാം, സിഗരറ്റ് വലിക്കാം. അപ്പോൾ ഈ സിഗരറ്റ് വലി ഹാംഫുൾ ആണെന്ന് പറഞ്ഞ പാക്കറ്റിന്റെ മുകളിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ എല്ലാം എഴുതി വെക്കുന്നുണ്ട്. തൊണ്ടയിലെ ക്യാൻസർ മാത്രമേ കാണിക്കുന്നുള്ളൂ, വായിലെ ക്യാൻസർ. പക്ഷെ ആക്ച്വലി ഞാൻ പറയുന്നത് വെച്ചാൽ സിഗരറ്റിന്റെ പുറത്ത് എഴുതി വെക്കണം ഇറ്റ് പ്രൊഡ്യൂസസ് ഇറക്ടൽ പ്രോബ്ലം എന്ന് എഴുതി വെച്ചാൽ 90% ആൾക്കാർ നിർത്തും സ്മോക്കിംഗ്. അതെങ്ങനെയാണ് ഡോക്ടർ സ്മോക്കിംഗ് അത്രമാത്രം ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കാരണമാകുന്നത്? സ്മോക്കിംഗ് പ്രൊഡ്യൂസസ് ലോട്ട് ഓഫ് ആൽക്കലോയിഡ്സ്, നിക്കോട്ടിൻ, ടാനിൻ, ഇതെല്ലാം നമ്മളുടെ ബ്ലഡ് വെസൽസ് ലൈനിങ് ഉണ്ട്, അതിനെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു. ഈ ബ്ലഡ് വെസലിന്റെ ലൈനിങ്ങിൽ അത് നമ്മൾക്ക് ഒരു ഇമ്പൾസ് വരുമ്പോൾ നൈട്രിക് ഓക്സൈഡ് എന്നുള്ള ഒരു മോളിക്യൂള് ആ നാഡികളിലൂടെ വരുമ്പോൾ അത് ഡൈലേറ്റഡ് ആവണമെങ്കിൽ ബ്ലഡ് വെസൽസിന്റെ കവറിങ് ഒരു ലൈനിങ് നന്നായിരിക്കണം. ആ ലൈനിങ്ങിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ ഭയങ്കര കൂടുതലാണ് സ്മോക്കേഴ്സിൽ. സ്മോക്കിംഗ് കിൽസ് ദ എറക്ഷൻ. ദാറ്റ്സ് വൺ തിങ്. പിന്നെ അതുപോലെ തന്നെ സ്മോക്കിംഗ് ആൾസോ ഇൻക്രീസ് അതർ റിസ്ക് ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ ക്യാൻസേഴ്സിനേക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് ആക്ച്വലി അഫക്ട്സ് ദി വാസ്കുലർ ഫംഗ്ഷനെ നന്നായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ ബെഡ്റൂം ഇഷ്യൂ. ഒരു ബെഡ്റൂമിൽ മാത്രമുള്ള ഒരു ഇഷ്യൂ അല്ല ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അത് നമ്മളുടെ ഹാർട്ടിനെ വരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം യോജിക്കും ഡോക്ടർ? 100% യോജിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പെനിസിലുള്ള ബ്ലഡ് വെസൽസ് എന്ന് വെച്ചാൽ അതിന്റെ വലിപ്പം എന്ന് വെച്ചാൽ 1 മുതൽ 2 മില്ലിമീറ്റർ ആണ് വലിപ്പം, പെനിസിലെ ബ്ലഡ് വെസൽസിന്റെ വലിപ്പം. നേരെ മറിച്ച് കൊറോണറി ആർട്ടറീസ്, അതായത് ഹാർട്ടിന്റെ നമുക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന വെസൽസ്, അതിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത്. അതിന്റെ വലിപ്പം 3 to 4 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഈ അതെറോസ്ക്ലോസിസ് അഥവാ ഈ രക്തധമനിയിൽ ഉണ്ടാകുന്ന ചുരുക്കം ഉണ്ടാവാനുള്ള ചാൻസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പെനിസിലാണ്. കാരണം അത് ചെറിയ വെസൽസ് ആണ്, അതാണ് ആദ്യം ബ്ലോക്ക്ഡ് ആവുന്നത്. അതിനുശേഷമാണ് 3 to 4 mm വ്യാസമുള്ള വെസൽസിലോട്ട് പോകുന്നത്. അപ്പോൾ ഉദ്ധാരണ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രീമോണിറ്ററി സിംറ്റംസ് ആണ്. ഒരു കാർഡിയാക് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഒരു പ്രസന്റിങ് സൈൻ ആയിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉദ്ധാരണ പ്രശ്നമുള്ള ഒരു പുരുഷന്മാർ വന്നാൽ നമ്മൾ ആക്ച്വലി വീട്ടിൽ കൊറോണറി ആർട്ടറി ഡിസീസ് റിസ്ക്കും കൂടി ഉണ്ടെങ്കിൽ വി ഷുഡ് ആസ്ക് ദം ടു ഗെറ്റ് എ ചെക്കപ്പ് ഫോർ ഹിസ് കാർഡിയാക് ഫംഗ്ഷൻ, കാർഡിയാക് സ്റ്റാറ്റസസ്. ലൈക്ക് അവർക്ക് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുകയും വേണമെങ്കിൽ TMT ട്രെഡ്മിൽ ടെസ്റ്റും ഇതൊക്കെ ചെയ്ത് നോക്കാം. കാരണം അതെറോസ്ക്ലോസിസ് ഉണ്ടോ, എന്തെങ്കിലും ഇൻഡ്യൂസിബിൾ ആയിട്ടുള്ള ഇഷ്കീമിയ ഹാർട്ടിന്റെ ഇതിനും ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരുപാട് പഠനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതും രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉദാഹരണ പ്രശ്നമുള്ള ഒരു പുരുഷൻ വന്നാൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്കൊരു കാർഡിയോളജിയിലോട്ടും ഒരു റെഫറൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലൈക്ക് തോട്ട്. 5 tips for improving erectile dysfunction. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉദ്ധാരണം കൂടാനുള്ള ഒരു 5 ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡോക്ടർ? അത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ല ഉറക്കമാണ്, ഗുഡ് സ്ലീപ്പ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത എന്ന് വെച്ചാൽ ഗുഡ് ഫുഡ് ഓർ ക്ലീൻ ഫുഡ്, നല്ല ഡയറ്ററി ഹാബിറ്റ്സ് ആക്കുക. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ
എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബോത്ത് കാർഡിയോ വർക്കൗട്ട്സ് ആസ് വെൽ as സ്ട്രെങ്ത് ട്രെയിനിങ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. നാലാമത്തെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഓർ അൾട്ര ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ സ്മോക്കിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തണം. സ്മോക്കിംഗ് കിൽസ് യുവർ ഇറക്ഷൻ. ഓക്കെ. അഞ്ചാമത്തത് നമുക്കുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡയബറ്റീസ് പോലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്, അതിന് പ്രോപ്പറായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ തേടണം, അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ഡോക്ടറെ, നമ്മൾ മൂത്രം ഒഴിക്കുന്നത് പല വിധത്തിൽ മൂത്രമൊഴിക്കുന്ന ആളുകളുണ്ട്. ഭയങ്കര സ്പീഡായിട്ട് മൂത്രമൊഴിക്കുന്ന ആളുകളുണ്ട്, പതുക്കെ മൂത്രം പോകുന്ന ആളുകളുണ്ട്. ഈ മൂത്രം പോകുന്നതും അത് സംബന്ധിച്ചുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഈ മൂത്രം പോകുന്നത്? ഓഫ് കോഴ്സ് കണക്ഷൻ ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു 40 കഴിഞ്ഞ പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സൂര്യ പറഞ്ഞ മാതിരി യൂറിൻ പോകുന്നതിന്റെ ഒഴുക്ക് കുറയുക എന്ന് വെച്ചാൽ അത് കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കങ്ങളാണ്. ഓക്കെ. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കുള്ള ആൾക്കാരിൽ യൂറിന്റെ സ്പീഡ് കുറയാറുണ്ട്. 2 മേജർ പ്രോബ്ലംസ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ അഫക്ട് ചെയ്യുന്നത്. ഒന്ന് ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രോബ്ലം വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കാണ്, അതായത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ്. എന്താ ചെയ്യുക? പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവയവടെ ഇരിക്കുന്നത് ബ്ലാഡറിന് ചോടെ ഇരിക്കുന്നത്, മൂത്രനാളിക്കും ബ്ലാഡറിനും ഇടയിലാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നുള്ള ഗ്രന്ഥി ഇരിക്കുന്നത്. ഒരു പെയറിന്റെ വലിപ്പത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ് ജനറലി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പൊ അത് ഉള്ളിലോട്ട് വളർന്ന് അത് തടസ്സം ഉണ്ടാക്കുമ്പോൾ യൂറിൻ പോകാനുള്ള തടസ്സം, പലവട്ടം യൂറിൻ ഒഴിക്കുക, ഇൻകംപ്ലീറ്റ് സെൻസേഷൻ, യൂറിൻ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി യൂറിനുള്ള മാതിരിയുള്ള ഒരു ഫീലിംഗ്, ഇതൊക്കെ കോമൺ കാണുന്ന സിംറ്റംസ് ആണ്. കോമൺ ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ് എന്നാണ് പറയുക. ആ ഒരു കോൺസ്റ്റലേഷൻ ഓഫ് സിംറ്റംസ് പറയുന്ന പേരാണ് ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ്. അപ്പോൾ ഈ സിംറ്റംസ് ഉള്ള രോഗികൾ ഒരുപാടുണ്ട്. ഒരു ആക്ച്വലി പറയുന്നത് ഇപ്പോൾ 40കളിലും 50കളിലുള്ള രോഗികളിൽ ഒരാൾക്കാരിൽ കുറെ പേരിലെങ്കിലും സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 60കൾ എത്തുമ്പോൾ അതിന്റെ ഇൻസിഡൻസ് അങ്ങോട്ട് കൂടും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു 1 പ്രോബ്ലം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആണ് പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ്. അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന്റെ അത്രയും കോമൺ അല്ല, പക്ഷെ എന്നാലും നമുക്ക് റീസണബിൾ ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പൊ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ വേൾഡ് ഓവർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സെക്കൻഡ് മോസ്റ്റ് കോമൺ മെയിൽ ക്യാൻസർ. സെക്കൻഡ് മോസ്റ്റ് കോമൺ മെയിൽ ക്യാൻസർ. ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ തേർഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ. ഇതെന്താ വെച്ചാൽ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പ്രസന്റേഷൻ വളരെ ലേറ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നത് ഔട്ടർ പാർട്ട് ഓഫ് പ്രോസ്റ്റേറ്റിൽ നിന്നാണ്. അപ്പോൾ അത് മൂത്രം പോകാനുള്ള തടസ്സമോ യൂറിൻ പോകാനുള്ള എരിച്ചിലോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതിന്റെ പ്രസന്റേഷൻ ജനറലി ലേറ്റ് ആയിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഇതിനെ കണ്ടെത്താനായിട്ട് ഉള്ള ഒരു സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. അതിന്റെ പേരാണ് PSA സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരും ആനുവലി ഒരു വട്ടെങ്കിലും PSA ടെസ്റ്റ് ചെയ്യണം പറയും. അപ്പോൾ ഈ PSA ടെസ്റ്റ് PSA ഹൈ ആണെന്നുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടെന്നല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ദേ ക്യാൻ ഗെറ്റ് ഇറ്റ് ചെക്ഡ് ബൈ എ യൂറോളജിസ്റ്റ് വെദർ എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ എന്തെങ്കിലും എവിഡൻസ് ശരീരത്തിലുണ്ടോ, പ്രോസ്റ്റേറ്റിലുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാ 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലും നമുക്ക് ആനുവലി ഒരു വട്ടെങ്കിലും ഈ സിറം PSA എന്നുള്ള സിമ്പിൾ ടെസ്റ്റ് ആണ്, എപ്പോ വേണമെങ്കിലും കൊടുക്കാവുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ്. അത് കൊടുക്കേണ്ടത് നിർബന്ധമാണ് ജനറൽ പോപ്പുലേഷൻ. ഇനി വീട്ടില് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് ഉള്ള ആൾക്കാർ, അതായത് വീട്ടിലെ അച്ഛനില് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായി, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ചേട്ടനില് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായി, they have to start prostate cancer screening from 45 years. 45 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. ബെസ്റ്റ് പാർട്ട് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണെന്ന് വെച്ചാൽ ഏർലി ഡിറ്റക്ഷൻ ഉണ്ടായാൽ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാവുന്ന ഒരു അസുഖം. ജനറലി കുറെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ടൈപ്പുകളും വളരെ ഇൻഡോളന്റ് ട്യൂമേഴ്സ്, കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത, സ്പ്രെഡ് ഒന്നും ഉണ്ടാക്കാത്ത ട്യൂമേഴ്സ് ആണ്. അതാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കോമൺ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതുകൊണ്ട് അതില് കൂടുതൽ ആൾക്കാർ യൂറിൻ പോകാനുള്ള തടസ്സമായിട്ടാണ് പ്രസന്റ് ചെയ്യുക. അവർ കുറച്ചെങ്കിലും നേരത്തെ ഡോക്ടേഴ്സിനെ സമീപിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ളത് അതിന് സിംറ്റംസ് വളരെ കുറവായിരിക്കും, ബിക്കോസ് അത് ഉണ്ടാവുന്ന പ്രോസ്റ്റേറ്റിന്റെ ഔട്ടർ പാർട്ടിൽ നിന്നാണ്. ഈ ഔട്ടർ പാർട്ടായിട്ടുള്ള ക്യാപ്സൂളിന്റെ ഏരിയ, പെരിഫറൽ സോൺ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ സിംറ്റംസ് കുറവായതുകൊണ്ട് എപ്പോഴും ലേറ്റ് പ്രസന്റേഷൻ വളരെ കോമൺ ആണ്. സ്പ്രെഡായി, ഇത് ബോണിലോട്ടൊക്കെ സ്പ്രെഡായി സ്റ്റേജ് 4 ഡിസീസിൽ കുറെ ആൾക്കാരെങ്കിലും വരാറുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, PSA ടെസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ലേ? സർ, ഇതാരും PSA ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല, അല്ലെങ്കിൽ കേട്ടിട്ടേ ഇല്ല. ഇത് എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. PSA ടെസ്റ്റ് 50 years, ആഫ്റ്റർ 50 years എവരിബഡി ഷുഡ് ഡു. എല്ലാ വർഷവും ഒരു PSA ടെസ്റ്റ് നിർബന്ധമായി. എത്രയാണ് ഇതിന്റെ കോസ്റ്റ്? എങ്ങനെയാണ്? PSA ടെസ്റ്റിന് വളരെ
എന്തോ 100-300-350 രൂപയ്ക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടെസ്റ്റ് ആണ്. ഒരു വർഷത്തില് ഒരു 350 രൂപ കളയാ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മൂത്രത്തിന്റെ കളർ മഞ്ഞയാണോ, മൂത്രത്തിന്റെ കളർ ശുദ്ധ വെള്ളയാണോ, എന്താണ് യൂറിന്റെ ഒറിജിനൽ കളർ? ഐഡിയൽ കളർ എന്ന് വെച്ചാൽ യൂറിന്റെ കളർ ഗോൾഡൻ യെല്ലോ ആണ്. ഓ, ഓക്കെ. അപ്പോൾ ഇവിടെ OP-ൽ കുറെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ, യൂറിന്റെ കളറ് ഭയങ്കര ഭയങ്കര മഞ്ഞയാണ്. അപ്പൊ ഞാൻ പറയും നോർമൽ യൂറിന്റെ കളർ ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന മാതിരില്ല. വെള്ള നിറത്തിലുള്ള യൂറിൻ വെച്ച് നമ്മൾ കുറെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ എന്താ ഓവർ ഹൈഡ്രേറ്റഡ് ആവുമ്പോഴാണ് നമുക്ക് വെള്ള നിറത്തിലുള്ള യൂറിൻ വരുന്നത്. അപ്പോ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഒരു സിവിയർ ആയിട്ടുള്ള ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞു കേട്ടോ, സിവിയർ ഹാർഡ് ഒരു റെഡിഷ് ടിഞ്ചിലുള്ള യൂറിൻ വരിക എന്ന് വെച്ചാൽ അത് അബ്നോർമലാണ്. സിവിയർലി ഡീഹൈഡ്രേറ്റഡ് സിറ്റുവേഷനിൽ വളരെ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിട്ട് കാണാം. ഒരു മൈൽഡ് ടിഞ്ചഡ് ആയിട്ടുള്ള ഗോൾഡൻ യെല്ലോ കളറാണ് ഐഡിയൽ യൂറിന്റെ കളറ്. വെള്ളം കുറച്ച് കൂടുതൽ കുടിച്ചു എന്ന് വെച്ച് വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പുരുഷന്മാരിലെ ബീജം ദിനം പ്രതി കുറയാണ്, സ്പേം പ്രൊഡക്ഷൻ കുറയാണ്, അതുകൊണ്ടാണ് ടെസ്റ്റ് ട്യൂബ് ബേബീസ് കൂടുന്നത്. 2050 മുഴുവൻ ടെസ്റ്റ് ട്യൂബ് ബേബീസിന്റെ എണ്ണം കൂടുന്നെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്പേം പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചിട്ട് ഇൻക്രീസ് ചെയ്യുക? ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് സ്പേം പ്രൊഡക്ഷൻ കൂടുക? ഒരു 5 ഫുഡ് പറയാമോ ഡോക്ടർ? സത്യം പറയാലോ, there is no super food for increasing spermatogenesis or sperm production. ബട്ട് ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. ഒന്ന് വാൽനട്ട്സ്. കാരണം വെച്ചാൽ വാൽനട്ട്സ് വിൽ പ്രൊവൈഡ് ഹെൽത്തി ഫാറ്റി ആസിഡ്സ് തരുന്ന omega-3 ഫാറ്റി ആസിഡ്സ് തരുന്ന ഒരു ഭക്ഷണമാണ്. അപ്പോൾ omega-3 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സ്പെർമറ്റോജെനസിസ്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമതാണ് ഫിഷ്. നല്ല ഫാറ്റി ഫിഷ് കഴിച്ചാൽ ലൈക്ക് സാൽമൺ, മെക്കരൽ, അതൊക്കെ കഴിച്ചാൽ omega-3യും വൈറ്റമിൻ ഡിയുടെയും അളവ് നമുക്ക് ശരീരത്തിൽ കൂടുതൽ കിട്ടും. ഇറ്റ് വിൽ സംവാട്ട് ഹെൽപ്പ് ഇൻ സ്പെർമറ്റോജെനസിസ്. മൂന്നാമതാണ് വളരെ ഈസിയാണ്, കംപ്ലീറ്റ് പ്രോട്ടീനായ എഗ്. എഗ് കഴിക്കുമ്പോൾ എഗ്ഗിലുള്ള കോളിൻ ഉള്ള സബ്സ്റ്റൻസ്, പിന്നെ മൾട്ടിപ്പിൾ ആന്റി ഓക്സിഡൻസ് അതിൽ കിട്ടും, വൈറ്റമിൻ ഇ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഹെൽപ്ഫുൾ ആണ്. സ്പെർമറ്റോജെനസിസ് ഓർ ശുക്ലാണുവിന്റെ പ്രൊഡക്ഷന് ഹെൽപ്ഫുൾ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് വെച്ചാൽ സിട്രസ് വർഗത്തിലുള്ള ഫ്രൂട്ട്സ്, ലെമൺ, ഓറഞ്ച്, മോസംബി, ഇതൊക്കെ വളരെ നല്ലതാണ്. കാരണം വൈറ്റമിൻ സി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോൾ സ്പെർമിന്റെ ഓക്സിഡേഷൻ ഇതൊക്കെ കുറയാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്താണ് ലീഫി വെജിറ്റബിൾസ് ഒക്കെ. അത് കഴിക്കുമ്പോൾ നമുക്ക് കുറെ ഫോളേറ്റ് ഉള്ള ഭക്ഷണമാണ്. അതൊക്കെ ഫോളേറ്റ് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സ്പെർമത്തിന്റെ ക്വാളിറ്റി ബെറ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യും. നാം 1 നമുക്ക് 2 എന്നാണ് നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഭാര്യയും ഭർത്താവിനും 2 കുട്ടികൾ എന്ന രീതിയിലാണ് ഇന്ത്യയിൽ പോകുന്നത്. നാം 1 നമുക്കൊന്ന് എന്നുള്ളത് വേറെ രാജ്യത്തിലുണ്ട്. അപ്പോൾ ഫാമിലി പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഒരു കുട്ടി കഴിഞ്ഞിട്ട് സ്ത്രീകൾ അടുത്ത കുട്ടി വേണ്ടാതിരിക്കാൻ വേണ്ടി അവരൊരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട് അല്ലേ? ട്യൂബെക്ടമി. പക്ഷെ പുരുഷന്മാർ അങ്ങനെ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓഫ് കോഴ്സ് ഉണ്ട്. പുരുഷന്മാരിൽ ചെയ്യാവുന്ന പ്രൊസീജിയറാണ് വസെക്ടമി എന്നുള്ള പ്രൊസീജിയർ ഉണ്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രൊസീജിയർ. ഒരു എന്താ പറയാ, അധികം ഇൻവേഷൻ ഒന്നും ഇല്ലാതെ. പുരുഷന്മാരുടെ വാസ്ന്ന് വെച്ചാൽ ടെസ്റ്റിസ് ഒക്കെ അല്ല പുറത്തിരിക്കുന്ന സ്ട്രക്ചർ അല്ലേ. അപ്പൊ വാസ്ന്ന് വെച്ചാൽ ശുക്ലവാഹിനി കോഴലാണ്, അത് പുറത്തിരിക്കുന്ന സ്ട്രക്ചറാണ്. അതിനെ ജസ്റ്റ് എടുത്ത് ലൈക്ക് അതിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ അതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. മോർണിംഗിലൊക്കെ വന്ന് ചെയ്ത് പോവാവുന്ന പ്രൊസീജിയറാണ്. പക്ഷെ പുരുഷന്മാർ അതിന് തയ്യാറാവുന്നത് വളരെ കുറവാണ്. ജനറലി ട്യൂബെക്ടമി വിച്ച് ഇസ് എ മച്ച് മോർ കോംപ്ലക്സ് പ്രൊസീജിയർ കമ്പയർഡ് ടു വസെക്ടമി. ലൈക്ക് ട്യൂബെക്ടമി ചെയ്യുന്നത് നമ്മൾ അബ്ഡോമിന്റെ ഉള്ളിലോട്ട് പോകണം. ട്യൂബ്, ഈ ഫെലോപ്പിയൻ ട്യൂബ് ഇരിക്കുന്നത് അബ്ഡോമിന്റെ ഉള്ളിലാണ്. അബ്ഡോമിന്റെ ഉള്ളിൽ കീ ഹോൾ വഴിയൊക്കെ പോയിട്ട് ആണ് ഡോക്ടേഴ്സ് ക്ലിപ്പ് ചെയ്യുന്നത്. ഈ വാസ് എന്നുള്ള സ്ട്രക്ചർ അഥവാ ശുക്ലവാഹിനിക്കോടിൽ ഇരിക്കുന്നത് പുറത്തിരിക്കുന്ന സ്ട്രക്ചറാ, സ്കിന്നിന് താഴെ ഇരിക്കുന്ന സ്ട്രക്ചറാ. അതിനെ ഒരു കുറച്ച് മച്ച് മോർ സിംപ്ലർ പ്രൊസീജിയർ ആണ്. പക്ഷെ എന്നിരുന്നാലും ജനറലി നമ്മളിപ്പോ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 ട്യൂബെക്ടമി അല്ലെങ്കിൽ ഒരു 100 ട്യൂബെക്ടമിക്ക് ഒരു വസെക്ടമി അതായിരിക്കും നടക്കുന്നുണ്ടാവുക. കുറച്ചുകൂടി പുരുഷന്മാര് മുന്നോട്ട് വരേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് നമ്മളൊരു കുറച്ച് ഇപ്പോഴും നമ്മുടെ സമൂഹം കുറച്ച് മെയിൽ സെൻട്രിക് തന്നെയാണ് അല്ലെ, മെയിൽ സെൻട്രിക് ആണ്. അപ്പോൾ വസെക്ടമി ചെയ്യാനായിട്ട് അവര് തയ്യാറാവുന്ന പലർക്കും മിഥ്യാധാരണ ഉണ്ട്. വസെക്ടമി ചെയ്താൽ അവരെ പൊട്ടൻസി കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു മിഥ്യാധാരണ അങ്ങനെ കുറയത്തില്ല, ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ളൊരു മിഥ്യാധാരണ പലർക്കും ഉണ്ട്. അത് ഒരു റീസൺ ആണ്. ചിലത് പിന്നെ ലൈക്ക് വെൻ ഫീമെയിൽസ് ഓപ്പൺലി കം ഫോർ ലൈക്ക്
ഐ വിൽ ഡു ടിബെക്ടമി എന്ന് പറയുമ്പോൾ വൈ ഷുഡ് ദ മെയിൻസ് കം എന്നുള്ളത് പോയിന്റ് ആണ്. ഓക്കെ. അപ്പോൾ ജനറലി മെനില് വസക്ടമി ചെയ്യുന്നതാണ് മച്ച് മോർ സിംപിളർ ദാൻ ടിബെക്ടമി. ബിയർ കൂടി കൂടുതലുള്ള യുവാക്കളുണ്ട്. ചിയേഴ്സ് അടിക്കാം, ഒരു ബിയർ എടുക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു സന്തോഷം വരുമ്പോൾ ബിയർ കുടിക്കുന്ന ആളുകളുണ്ട്, സങ്കടം വരുമ്പോൾ ബിയർ കുടിക്കുന്ന ആളുകളുണ്ട്, ലവ് ഫെയിലർ ആയി കഴിഞ്ഞാൽ, പ്രേമം സൂപ്പർ ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും ബിയർ കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ബിയർ കുടിയും നമ്മളുടെ ഈ കിഡ്നി സ്റ്റോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഡോക്ടർ? ബിയർ കുടിയും കിഡ്നി സ്റ്റോൺ ആയിട്ട് ബന്ധം വെച്ചാൽ ആൾക്കാർ കിഡ്നി സ്റ്റോൺ ഇല്ലാതിരിക്കാൻ വേണ്ടി ബിയർ കുടിക്കുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ട്. അത് ടോട്ടലി റോങ് ആണ്. കാരണം ബിയർ കുടിച്ചാൽ ബിയർ ഇസ് എ ലൈക്ക് ആൽക്കോളിക് ഡ്രിങ്ക് ആൻഡ് ബിയറിൽ കുറെ വാട്ടർ കുറച്ച് ഡയൂറസിസ് എന്ന് പറയും, യൂറിൻ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ യൂറിൻ കുറെ പോകുന്നതുകൊണ്ട് ആളുകളുടെ മനസ്സിലുള്ള ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ യൂറിൻ ഉണ്ടാവുന്നു, അതുകൊണ്ട് സ്റ്റോൺ ഉണ്ടാവില്ല, സ്റ്റോൺ റിസ്ക് കുറയുന്നു. പക്ഷെ ശാസ്ത്രീയമായ പഠനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിയർ കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് യൂറിക് ആസിഡിന്റെ ലെവല്, യൂറിനിലുള്ള യൂറിക് ആസിഡ് ലെവൽ കൂടുന്നുണ്ട്. ദാറ്റ് ഇസ് എ നോൺ റിസ്ക് ഫാക്ടർ ഫോർ സ്റ്റോൺ ഫോർമേഷൻ. അപ്പോ രണ്ടും നമ്മൾ ടാലി ചെയ്യുമ്പോൾ ബിയർ കൂടുതൽ യൂറിൻ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും യൂറിക് ആസിഡ് ലെവൽസ് കൂട്ടുന്നതുകൊണ്ട് സാച്ചുറേഷൻ കണ്ടന്റ് ഓഫ് യൂറിൻ ഈസ് ഗോയിങ് ഹൈ. അപ്പോൾ ആക്ച്വലി സ്റ്റോണിന്റെ റിസ്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം, ബിയർ ആഡ്സ് അപ്പോൺ അൺയൂസ്ഡ് കാലറീസ്. ഇറ്റ്സ് എ കാലറി റിച്ച് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. അപ്പോൾ ഒബിസിറ്റി കൂടുന്നു. ബിയർ കുടിക്കുന്ന ആൾക്കാർക്കെല്ലാം ബിയർ ബെല്ലി എന്ന് പറയില്ലേ, വയറ് ചാടും, ബിയർ ബെല്ലി ഉണ്ട്. ബിയർ ബെല്ലി, ഒബിസിറ്റി വൺ ഓഫ് ദ നോൺ റിസ്ക് ഫാക്ടർ ആണ് കിഡ്നി സ്റ്റോൺ ഫോർമേഷന്. അപ്പൊ ആക്ച്വലി ബിയർ ഡ്രിങ്കിങ് കൊണ്ട് കൂടുതൽ എന്താ പറയാ, സ്റ്റോൺ റിസ്ക് കൂടാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഈവൻ ദോ നമ്മൾ ബിയർ കഴിച്ചാൽ കൂടുതൽ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടെങ്കിലും ഇൻ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് സ്റ്റോൺ റിസ്ക് കൂടാനാണ് ചാൻസ്. ആണുങ്ങളിൽ ഉണ്ടാവുന്ന സെക്ഷൽ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. size of the penis matter, erectile dysfunction, പെനൈൽ ഇംപ്ലാന്റ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വളരെ വാസ്റ്റ് ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഓഫ് കോഴ്സ് ആണുങ്ങൾക്ക് എന്തെങ്കിലും സെക്ഷൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഓപ്പൺലി ഡോക്ടറെ അടുത്ത് പോകണം, അവർ തുറന്നു പറയണം, മടിക്കരുത്, പേടിക്കരുത്, ഡോക്ടേഴ്സ് കൂടെയുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ താങ്ക് യു ഡോക്ടർ, താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ അമേസിംഗ് പോഡ്കാസ്റ്റ്. താങ്ക് യു സൂര്യ.